friends, Assalamualaikum. Welcome back to my YouTube channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായി കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഒരുപാട് പ്രോഡക്ട്സ് കാര്യങ്ങളൊന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല ഗൈസ്. അവർക്ക് ഫേസിലൊരു ക്രീം, അതുപോലെ ബോഡിയിലൊരു ക്രീം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അത് ഏതാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫേസിൽ ഞാൻ യൂസ് ചെയ്തിരുന്നത്, ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് യൂസ് ചെയ്തിരുന്നത് ഇതായിരുന്നു കേട്ടോ, സെറ്റാഫിൽ ഡാം. നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഞാൻ അവളുടെ ഫേസിൽ യൂസ് ചെയ്യുന്ന ക്രീം. അപ്പോൾ ഇതെനിക്ക് ഡോക്ടർ എഴുതി തന്നിട്ടുള്ള ഒരു ക്രീമായിരുന്നു. നമുക്ക് സ്കിന്നിൽ ഇതിന് മുമ്പ് ചെറുതായിരിക്കുന്ന സമയത്ത് നമുക്ക് സ്കിന്നിൽ ഫുള്ള് ചെറിയ കുരുക്കൾ വന്ന സമയത്ത് ഞാൻ ഡോക്ടറെ കണ്ട സമയത്ത് ഡോക്ടർ എഴുതി തന്നിട്ടുള്ള ഒരു ക്രീമായിരുന്നു കേട്ടോ ഇത്, സെറ്റാഫിൽ ഡാം. അപ്പോൾ ഇതാണ് ഞാൻ അവളുടെ ഫേസിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 250 രൂപയാണ്. കുട്ടി 30 ഗ്രാം പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇതിന് റേറ്റ് 250 കേട്ടോ, നല്ല പൈസ ഉണ്ട്. അപ്പം ഇതാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഞാൻ നമുക്ക് ഫേസിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഞാൻ ഹിമാലയയുടെ തന്നെയായിരുന്നു യൂസ് ചെയ്തിരുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഹിമാലയിൽ നിന്ന് മാറി ഗൈസ്. പിന്നെ ഡോക്ടർ ചെയ്ത് തന്നെ ഈ ഒരു സെറ്റാഫിലായിരുന്നു കേട്ടോ ഞാൻ യൂസ് ചെയ്തത്. പിന്നെ ഞാൻ നമുക്ക് ഫേസിൽ സെറ്റാഫിൽ ഞാൻ കുറച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡോക്ടർ ഒരു 3-4 മാസം ഇതന്നെ യൂസ് ചെയ്യുക, അതിന് ശേഷം വേണമെങ്കിൽ മാറ്റിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് 2-3 മാസം ഈ ഒരു സെറ്റാഫിൽ തന്നെയായിരുന്നു യൂസ് ചെയ്തത്. പിന്നെ ഞാൻ സെബാമെഡിൻ്റെ ക്രീം എക്സ്ട്രാ സോഫ്റ്റ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, ഇതായിരുന്നു കേട്ടോ. പിന്നെ അവർക്ക് ഞാൻ യൂസ് ചെയ്തിരുന്നത് ഫേസിലാണ്. അപ്പോൾ ഫേസിൽ ഞാൻ പിന്നെ അവർക്ക് ഇതാണ് യൂസ് ചെയ്തിരുന്നത്. ഇത് 50 ml പ്രോഡക്റ്റാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും ഇതിലില്ല, എന്തായാലും ഞാനിവിടെ കൊടുക്കും കേട്ടോ. ഇതിൻ്റെ ഫോട്ടോ ആയിക്കോട്ടെ, റേറ്റ് ആയിക്കോട്ടെ ഒക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം. അപ്പം ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. സെബാമെഡിൻ്റെ പ്രോഡക്റ്റ് പക്ഷേ നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് അവർക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ചെറിയൊരു നെഗറ്റീവ് എന്ന് പറയാനുള്ളത്, ഇതിട്ടാൽ അവളുടെ മുഖം ഭയങ്കര ഓയിലി ആയി പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഭയങ്കരമായിട്ട് ഓയിലി പോലെ, എന്താ പറയുക, നെയ്യ് ഊറി നിൽക്കുന്ന പോലെ എനിക്കൊന്ന് ഫീൽ ചെയ്തിട്ടുണ്ട് ഇതിട്ട പാടനെ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഫുള്ള് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, സെബാമെഡിൻ്റെ ഈ ഒരു ക്രീം. അപ്പം പിന്നെ ഞാൻ അവൾക്ക് വീണ്ടും സെറ്റാഫിലേക്ക് തന്നെ മാറിയിട്ടോ. ഇപ്പം ഞാൻ അവളുടെ ഫേസിൽ യൂസ് ചെയ്യുന്നത് ഇത് തന്നെയാണ് കേട്ടോ. അപ്പം ഇതെനിക്ക് നല്ല, എന്താ പറയുക, ഇട്ടിട്ട് നല്ലതായിട്ട് അവളുടെ സ്കിന്ന് കുറച്ചുകൂടി, എന്താ പറയുക, നല്ലൊരു മോയ്സ്ചറൈസ് വെക്കുന്ന പോലൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ക്രീമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് ഞാൻ അവളുടെ ഫേസിൽ ഇപ്പം യൂസ് ചെയ്യുന്ന ക്രീം, സെറ്റാഫിൽ ഡാമാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ 30 ഗ്രാം പ്രോഡക്റ്റ്സിന് 250 രൂപയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം സെറ്റാഫിൽ ഡാം തന്നെ വാങ്ങണം കേട്ടോ കുട്ടികൾക്ക്. കാരണം എന്താണെന്ന് എനിക്കറിയില്ല, ഡോക്ടർ എനിക്ക് തന്നത് ഇതാണ് കേട്ടോ, സെറ്റാഫിൽ ഡാമാണ്. ഞാൻ അധികം ഷോപ്പിൽ ഇത് തീർന്ന സമയത്ത് പോയി നോക്കുന്ന സമയത്ത് സെറ്റാഫിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കുട്ടിയൊക്കെ യൂസ് ചെയ്യുക, ഇത് യൂസ് ചെയ്യാമല്ലോ എന്ന് ഒരു പറയും. പക്ഷേ നിങ്ങൾ യൂസ് ചെയ്യാതെ സെറ്റാഫിൽ ഡാം തന്നെ വാങ്ങിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ കുട്ടിയൊക്കെയാണെങ്കിൽ. പിന്നെ ഞാൻ അവളുടെ ബോഡിയിൽ ഞാൻ യൂസ് ചെയ്തിരുന്നത് ഹിമാലയയുടെ ലോഷനായിരുന്നു കേട്ടോ, ബേബി ലോഷൻ. ഇതുതന്നെയാണ് ഞാൻ അവൾക്ക് എത്ര വയസ്സ് വരെയെന്ന് ചോദിച്ചാൽ ഈ 2 വയസ്സ് വരെ ഞാൻ അവളുടെ ബോഡിയിൽ യൂസ് ചെയ്തത് ഈ ഒരു ഹിമാലയയുടെ ബേബി ലോഷൻ തന്നെയാണ്. തീരുന്നവരും ഞാനിങ്ങനെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ എനിക്ക് അവൾ പ്രസവം കഴിഞ്ഞ അവിടേക്ക് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അവിടുന്ന് ഗൾഫിൽ നിന്ന് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ ഡബ്ബയിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് തീർന്ന സമയത്ത് പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിക്കും കേട്ടോ. ഇങ്ങനെയുള്ള ഈ ഒരു ക്രീം ബേബി ലോഷൻ ഹിമാലയയുടെ തന്നെയായിരുന്നു വാങ്ങിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു മിക്ക കുട്ടികൾക്കും നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്ന ഒരു ക്രീം ആയിക്കോട്ടെ, ലോഷൻ ആയിക്കോട്ടെ, അത് ഹിമാലയയുടെ തന്നെയായിരിക്കും കേട്ടോ. അപ്പം ഞാനും അവർക്ക് ഇതന്നെ ബേബി ലോഷൻ ഇതായിരുന്നു കേട്ടോ യൂസ് ചെയ്തത്. അപ്പോൾ പിന്നെ ഞാൻ ഇപ്പോൾ അവർക്ക് യൂസ് ചെയ്യുന്നത് ഈ ഒരു സെബാമെഡിൻ്റെ ബോഡി ലോഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചായി അവർക്ക് ഈ ഒരു സെബാമെഡിൻ്റെ ബോഡി ലോഷൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ബോഡി ലോഷൻ കിട്ടില്ലാണ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ലോഷനാണ്. പക്ഷേ ക്രീമും സെറ്റാണ്, നല്ല പ്രോഡക്റ്റ് തന്നെയാണ്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഓയിലി ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ള് ഞാൻ ഉപയോഗിച്ച് തീർത്തതാണ് ഗൈസ്. ഞാനല്ല, മറിയസിന് ഉപയോഗിച്ച് തീർത്തതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ട്യൂബേ ഉള്ളത് ഫുള്ള് തീർത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇത് ഞാൻ ചാടിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ വീഡിയോ എടുക്കാൻ കൂടി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്ന്. അപ്പം ഇതെനിക്ക് തോന്നിയിട്ടുള്ളത് കുട്ടികൾക്ക് കുറച്ചുകൂടി നല്ലത് ഇങ്ങനത്തെ സെറ്റാഫിലോ അല്ലെങ്കിൽ ഹിമാലയയുടേതോ ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കുട്ടികളുടെ ബ്രാൻഡാണ് സെബാമെഡ്, പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ഓയിലി ആക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓയില് വാരി നിൽക്കുന്ന പോലെ ഉണ്ടാവും കേട്ടോ ഇത് ഫേസിലിട്ട സമയത്ത്. പിന്നെ ഈ ഒരു ക്രീം അടിപൊളിയാണ്. അതേപോലെ തന്നെ സെബാമെഡിൻ്റെ ബോഡി ലോഷൻ, ഇതിൻ്റെ റേറ്റും എനിക്കറിയില്ല, 100 ml ആണ് കേട്ടോ ഇത്.
അപ്പോൾ ഇതിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളത് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. പിന്നെ ഉള്ളത് സെബാമെഡിൻ്റെ ഈ ഒരു ബോഡി ലോഷനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഞാൻ അവൾക്ക് യൂസ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഒന്നും ഞാൻ മറിയൂസിന് യൂസ് ചെയ്യുന്നില്ല. ബിക്കോസ് അവൾ ചെറുതല്ലേ. പിന്നെ എനിക്ക് അവൾക്ക് സൺസ്ക്രീൻ വാങ്ങിക്കണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കഴിഞ്ഞ ഒരു വെയിലിൻ്റെ സമയത്ത് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്കൊരു 3 വയസ്സെങ്കിലും ആവട്ടെ. നമ്മൾ കുട്ടികളുടെ സ്കിന്നിൽ അധികം പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നത് ഒട്ടും നല്ലതല്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 3 വയസ്സെങ്കിലും ആയിട്ട് നമുക്കൊരു സൺസ്ക്രീൻ വാങ്ങിക്കണമെന്നുണ്ട് കേട്ടോ. എനിക്ക് മമ്മാർത്തിൻ്റെ കുട്ടികളുടെ സൺസ്ക്രീനൊക്കെ ഉണ്ട്, അപ്പോൾ അത് വാങ്ങിക്കണമെന്നുണ്ട് അങ്ങനെ വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. പിന്നെ ഇതൊക്കെ ആണ് ഞാൻ നമുക്ക് യൂസ് ചെയ്യുന്നത്. വേറൊരു പ്രോഡക്റ്റും ഞാൻ നമുക്ക് യൂസ് ചെയ്യുന്നില്ല ഗൈസ്. നിങ്ങൾ തന്നെ കുട്ടികൾക്ക് അധികം പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. ബോഡി ലോഷൻ അവർക്ക് ബോഡിയിൽ തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ ഫേസിലിടാൻ വേണ്ടി ഫേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഈ ഒരു സെബാമെഡിൻ്റെ എക്സ്ട്രാ സോഫ്റ്റ് ക്രീം ഉണ്ട്, ഫേസിലിടുന്നതാണ് ഇത്. അതേപോലെ തന്നെ സെറ്റാഫിൻ്റെതായിക്കോട്ടെ ഹിമാലയയുടേതായിക്കോട്ടെ ഒക്കെ ഉണ്ട്, അങ്ങനത്തത് യൂസ് ചെയ്യുക. ലോഷൻ നിങ്ങൾ ബോഡിയിൽ മാത്രമായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ നമുക്ക് പൗഡറോ കാര്യങ്ങളോ ഒന്നും ഞാൻ നമുക്ക് ഇട്ട് കൊടുക്കാറില്ല. പിന്നെ അത്യാവശ്യം എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ചിലപ്പം അതിൻ്റെ മൂഡ് പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ബേബി പൗഡർ ഹിമാലയയുടെ ബേബി പൗഡറാണ് ഇട്ട് കൊടുക്കാറുള്ളത്. വേറെ ഒരു പ്രോഡക്റ്റും ഞാൻ നമുക്ക് ഫേസിൽ യൂസ് ചെയ്യാറില്ല. പിന്നെ ഡാസ്ലറിൻ്റെ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഐബ്രോ എന്നും വരും. എനിക്ക് ഐബ്രോ വരഞ്ഞ് കാണുന്നതാണ് എനിക്ക് കുറച്ചുകൂടി ഒരു സംതൃപ്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് വേറെ ഒന്നും തന്നെ ഞാൻ അവരുടെ ഫേസിലായിക്കോട്ടെ ബോഡിയിലായിക്കോട്ടെ ഒരു പ്രോഡക്റ്റും ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങളും കുട്ടികൾക്ക് ഒരുപാട് പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. കാരണം അവരുടെ സ്കിന്നിന് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ വെറുതെ അവരുടെ ആ ഒരു സ്കിന്ന് നമ്മളായിട്ട് എന്താ പറയുക വൃത്തികേടാക്കണ്ട. അപ്പോൾ അവരുടെ സ്കിന്ന് നമ്മൾ എന്താ പറയുക ഒരുപാട് പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്ത് അവരുടെ സ്കിന്ന് നമ്മളായിട്ട് നശിപ്പിക്കാതിരിക്കുക കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ആൾക്കാർ കണ്ടിട്ടുണ്ട് കുട്ടികൾക്ക് ഒരുപാട് പൗഡർ ഇട്ട് കൊടുക്കുന്നത്. പൗഡർ ഒരിക്കലും കുട്ടികളുടെ സ്കിന്നിന് നല്ലതല്ല കേട്ടോ. നമ്മളെപ്പോഴും ലോഷന് മതി, അതേ ആവശ്യമുള്ളൂ. അവർക്ക് പൗഡർ ഇട്ട് കൊടുക്കേണ്ട ഒരാവശ്യവും ഇല്ല. ഞാൻ ഡോക്ടറെ കണ്ട സമയത്ത് ഡോക്ടർ എന്നോട് പറഞ്ഞതാണ്. ഞാൻ മറിയൂസിന് പണ്ട് ഞാനും ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കഴുത്തിൻ്റെ അടുത്ത് പൗഡർ ഇടും, അതേപോലെ തന്നെ ത്വക്കിലൊക്കെ പൗഡർ ഇട്ട് കൊടുക്കാറുണ്ട്. ശരിക്കും നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കേണ്ട ഒരാവശ്യമില്ല. നമ്മൾ അവർക്കൊരു ലോഷൻ മാത്രമേ ഈ ഒരു സമയത്ത് അവർക്ക് ആവശ്യമുള്ളൂ കേട്ടോ. ന്യൂ ബോൺ ബേബീസ് ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ അവർക്ക് ലോഷനേ ആവശ്യമുള്ളൂ, അല്ലാതെ പൗഡറിൻ്റെ ഒരാവശ്യമില്ല കേട്ടോ. ഫേസിലായിക്കോട്ടെ ബോഡിയിലായിക്കോട്ടെ നമ്മൾ പൗഡർ യൂസ് ചെയ്യാനേ പാടില്ല ഈ ഒരു സമയത്ത്. അവർ കുറച്ച് വളരട്ടെ എന്നിട്ട് നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. പിന്നെ അത്യാവശ്യമായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ റെഗുലർ ആയിട്ട് അവർക്ക് പൗഡർ ഇട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ എനിക്ക് ഡോക്ടർ പറഞ്ഞതാണ്. അപ്പം അത്രയേ ഉള്ളൂ. മറിയൂസിന് ഞാൻ ഇത്രയും പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുള്ളൂ, വേറൊന്നും തന്നെ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. ചാ